Okay, in the previous session we had discussed the JPEG and its image preparation. Now we are looking into the 4 variants of JPEG. So the first one is lossy sequential DCT based mode. So as we said, the image preparation step is common in all 4 variants of JPEG. The differences starts from image processing steps. So let us dive into image processing of lossy sequential DCT based mode. After image preparation, the uncompressed image samples are grouped into data units of 8 by 8 pixels and passed to the encoder. The order of this data unit is defined by MCUs. ഇമേജ് പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോസ്ലെസ് കംപ്രഷൻ ആണെങ്കിൽ ഓരോ പിക്സലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റ യൂണിറ്റ്സ് ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ലോസി ആയതുകൊണ്ട് 8 by 8 പിക്സൽസ് അതിൻ്റെ ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റിയിട്ട് ആ ഓരോ 8 by 8 പിക്സൽസിനെയും സിംഗിൾ ഡാറ്റ യൂണിറ്റ്സ് അല്ലെങ്കിൽ MCU ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ലോസി സീക്വൻഷ്യൽ DCT ബേസ്ഡ് മോഡിൽ ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഇമേജ് സാമ്പിളിംഗ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ ഇമേജ് പ്രിപ്പറേഷനിൽ തന്നെ കണ്ടതാണ്. കോമ്പോണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും റെസൊല്യൂഷൻ ഡിഫറൻ്റ് ആയിരിക്കാം എങ്കിൽ പോലും ഓരോ കോമ്പോണൻറ്റിലും സെയിം നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സാമ്പിൾഡ് റീജിയൻസിനും ഓരോ സെപ്പറേറ്റ് MCUs കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി ഓരോ ഇമേജ് സാമ്പിൾസിനെയും 8 by 8 യൂണിറ്റ്സിൻ്റെ ഡാറ്റ യൂണിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ സെയിം നമ്പർ ഓഫ് സാമ്പിളിംഗ് ഓരോ കോമ്പോണൻറ്റിലും പെർഫോം ചെയ്തതിന് ശേഷം ഈ അൺകംപ്രസ്ഡ് ഇമേജ് സാമ്പിൾസിനെ 8 by 8 പിക്സൽസിൻ്റെ ഡാറ്റ യൂണിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ടത് എൻകോഡറിലേക്ക് പാസ് ചെയ്യുന്നു. ഈ ഡാറ്റ യൂണിറ്റ്സിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത് MCUs ആണ്. അപ്പോൾ MCUസിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ യൂണിറ്റ്സിൻ്റെ അല്ലെങ്കിൽ സാമ്പിൾസിൻ്റെ റീജിയൻസിൻ്റെ എല്ലാം ഓർഡർ കീപ്പ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആഫ്റ്റർ ഇമേജ് പ്രിപ്പറേഷൻ സ്റ്റെപ്പിൽ പെർഫോം ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് സെയിം നമ്പർ ഓഫ് സാമ്പിൾസ് ആയിട്ട് ഓരോ കോമ്പോണൻസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആ ഓരോ സാമ്പിൾസിനെയും 8 by 8 പിക്സൽസിൻ്റെ ഡാറ്റ യൂണിറ്റ്സിൻ്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ഗ്രൂപ്പ്സിനെയാണ് എൻകോഡറിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ്സിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഡാറ്റ യൂണിറ്റ്സിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത് MCUs ആണ്. MCUസിന് ഒരു സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. അത് അതിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ ഓരോ സിംഗിൾ സാമ്പിൾസിനെയും 8 bits ആയിട്ട് എൻകോഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് പിക്സൽ ഈസ് ആൻ ഇൻറ്റിജർ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 255. അപ്പോൾ ഈ ഓരോ ഇമേജ് സാമ്പിൾസിനെയും നമ്മൾ 8 by 8 പിക്സൽസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഡാറ്റ യൂണിറ്റ്സിൻ്റെ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ തന്നെ 8 സച്ച് സാമ്പിൾസ് എൻക്ലോസ്ഡ് ആയിരിക്കും. എന്നിട്ടാണ് അതിന് ഒരു എൻകോഡറിലേക്ക് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ MCUസിൻ്റെ ഓർഡർ നമ്പറാണ്. ഈച്ച് സാമ്പിൾസ് ആർ എൻകോഡഡ് യൂസിങ് 8 bits. അപ്പോൾ ഓരോ സാമ്പിളിനെയും 8 bit നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു 8 bit അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ഈച്ച് പിക്സൽ ഈസ് ആൻ ഇൻറ്റിജർ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 255. അത് 8 bit കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റിജർ എന്ന് പറയുന്നത് 0 to 255ൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള അതിൽ ഉള്ള എല്ലാ കോമ്പിനേഷൻസുമാണ് നമുക്കതിൽ എൻക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ ആ ഒരു സാമ്പിളിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എല്ലാ കളർ ഇൻഫർമേഷൻസും അത് ബ്രൈറ്റ്നെസ്സോ കളറോ ഇങ്ങനെ നമ്മളുടെ പിക്ചറിലുള്ള എന്തെല്ലാം കോമ്പോണൻസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു 8 bit വാല്യൂ ആയിരിക്കും ആ ഓരോ സാമ്പിളിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള 8 bit വാല്യൂസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന 8 by 8 പിക്സൽസിൻ്റെ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ചാണ് എൻകോഡറിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. In the baseline mode is a transformation performed by DCT. The pixel values are shifted into the range -128 to 127 with 0 as a center. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസ് ലൈൻ മോഡിൽ ഒരു DCT ട്രാൻസ്ഫോർമേഷൻ ആണ് എൻകോഡറിൽ പെർഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പിക്സലിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത 0 to 255
വാല്യൂസിന് -128 to 127 റേഞ്ചിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന 8/8 മീൻസ് 64 വാല്യൂസ് അവിടെ ഉണ്ടായിരിക്കും. ആ 64 വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ SYX എന്ന് പറയുന്ന ഒരു സിമ്പൽ കൊണ്ടാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഓരോന്നിനെയും നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. വേർ എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 7. അപ്പോൾ 0 to 7 നമുക്ക് 8/8 ആണുള്ളത്. അപ്പോൾ 8 റോസ് 0 to 7 ആൻഡ് 8 കോളംസ് 0 to 7. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദിസ് വാല്യൂസ് ആർ ദെൻ ട്രാൻസ്ഫോംഡ് യൂസിങ് ഫോർവേഡ് DCT. ഫോർവേഡ് DCTന്റെ ഫോർമുലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. SVU equal to 1/4 CU CV summation over x equal to 0 to 7 summation over y equal to 0 to 7 SYX cos 2x plus 1 into u pi divided by 16 cos 2y plus 1 divided by v pi. ഇതാണ് ഫോർവേഡ് DCT ഫോർമുല. ഇതിലേക്ക് വാല്യൂസ് സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് DCT ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എൻകോഡഡ് 64 വാല്യൂസ്, ഓരോ 8/8 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻകോഡഡ് വാല്യൂസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ CU ആൻഡ് CV ഈക്വൽ ടു 1/√2 ഫോർ u, v ഈക്വൽ ടു 0. യുവിനും വിക്കും 0 ആയിരിക്കുമ്പോൾ നമുക്ക് CUനും CVക്കും സെയിം വാല്യൂ 1/√2 ആണ് സപ്ലൈ ചെയ്യേണ്ടത്. അതർവൈസ് CU CV ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു രണ്ട് കോൺസ്റ്റൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻസിൽ കൊടുത്തുകൊണ്ട് 0 to 7 സമ്മേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ഇവിടെ 64 വാല്യൂസ് സപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളുടെ എൻകോഡഡ് ആയിട്ടുള്ള വാല്യൂസ്, ഈ 8/8 പിക്സൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 64 വാല്യൂസ് കിട്ടും. After carrying out this transformation 64 times for each data unit will result 64 coefficients of SVU. The coefficient S00 correspond to the lowest frequency in both dimensions, known as DC coefficient, determines the fundamental color of data unit of 64-bit. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ഇമേജിനെ തന്നെ നമ്മൾ ഒരുപാട് സാമ്പിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്മോൾ ആയിട്ടുള്ള മൈന്യൂട്ട് എന്നാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഒരു പിക്സൽ പൊസിഷനെയാണ്, അതുപോലത്തെ 8/8 പിക്സൽ പൊസിഷൻസിനെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഓരോ 8/8 പിക്സൽ ഗ്രൂപ്പിലെയും 64 വാല്യൂസ്. അപ്പോൾ ഒരു ഇമേജിലെ ഒരു സ്മാൾ പോർഷനെ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കംപ്ലീറ്റ് ഇമേജിനെ തന്നെ എൻകോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 8/8 ഗ്രൂപ്പിന് 8/8 വാല്യൂസിൻ്റെ ഗ്രൂപ്പിനെ മാത്രമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന 64 കോഎഫിഷ്യൻസ് നമ്മളുടെ ഫോർവേഡ് DCT ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഇനി അതിൽ S00 എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് ഒരു പിക്സലിനെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി ആ ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹൊറിസോണ്ടലി അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നു, വേർട്ടിക്കലി അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നു, താഴേക്ക് ബോട്ടം സൈഡിലേക്ക് ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ S00 എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഇതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ DC കോഎഫിഷ്യന്റ് എന്ന് പറയുന്നു. ബാക്കിയുള്ളതിനെല്ലാം AC കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ DC കോഎഫിഷ്യന്റ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പ് ഓഫ് 8/8 പിക്സൽസിന്റെ ഈ ഒരു ബ്ലോക്കിന്റെ ബേസിക് ആയിട്ടുള്ള കളറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഈ പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ നമ്മളുടെ ഒരു ഗ്രൂപ്പിനെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. നമുക്കിവിടെ 8/8 ഇല്ല, 6/6 ആണ് എങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 8/8 വാല്യൂസ് അല്ലെങ്കിൽ 64 വാല്യൂസ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റിലാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് S00 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നമുക്ക് DC കോഎഫിഷ്യന്റ് കിട്ടും. അതായിരിക്കും നമ്മളുടെ ഈ ഒരു ബ്ലോക്കിന്റെ മൊത്തം കളറിന്റെ ഒരു ബേസിക് കളർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു DC കോഎഫിഷ്യന്റ് ആയിരിക്കും. ബാക്കിയെല്ലാം AC കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും S00, S01, S02 എന്നുള്ള രീതിയിൽ നമുക്ക് S07 വരെ പോവാം. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു ഹൊറിസോണ്ടലി
ഫ്രീക്വൻസി കൂടി വരുന്ന ആ ഒരു ലാസ്റ്റ് പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇനി വേർട്ടിക്കലി ആവുമ്പം S00, S10, S20 എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടും നമുക്ക് ഫ്രീക്വൻസി കൂടി പോകും. അപ്പോൾ AC കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് രണ്ട് ഹൊറിസോണ്ടലി ആൻഡ് വേർട്ടിക്കലി രണ്ട് ഡയറക്ഷനിലും ഫ്രീക്വൻസി ഹയസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ ബേസിക് കളർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ഇതിൽ നിന്നുള്ള ഒരു സ്മോൾ ചേഞ്ചിൻ്റെ നമ്പറിനെ മാത്രം നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇമേജ് ഒക്കെ സ്ലോ ആയിട്ട് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഇതേപോലെയുള്ള ഒരുപാട് സാമ്പിൾസിൻ്റെ സ്ക്വയേഴ്സ് കാണാൻ സാധിക്കും. അതിൽ തന്നെ നമ്മളുടെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോൾ, അതിൽ ഫ്ലിക്കേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള ആ സ്ക്വയേഴ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റാറുണ്ട്. ഇനി ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ടെലിവിഷനിലൊക്കെ കേബിൾസിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എററൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്വയേഴ്സ് കൊണ്ട് നമ്മളുടെ പിക്ചറിനെ റീഡ്രോ ചെയ്യുന്നൊരു ഫിഗർ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ആലോചിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു DC കോഎഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, ബാക്കി 63 AC കോഎഫിഷ്യൻസ് ഒരു സിംഗിൾ ഗ്രൂപ്പിന് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫോർവേഡ് DCT ഫോർമുല വെച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മളുടെ ബേസിക് കളറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ബ്ലോക്കിലെ ബേസിക് കളറിനെ ഡിഫൈൻ ചെയ്യുന്നൊരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ DC കോഎഫിഷ്യൻ്റ് ഉണ്ടാവുക. പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ കളർ ലൈറ്റായിട്ട് പോകുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഷെയ്ഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള സ്മോൾ വേരിയേഷൻസ് ആണ് നമുക്ക് ഇവിടെയെല്ലാം വേണ്ട വാല്യൂസ് വരുന്നത്. The DC coefficient is the DCT coefficient for which the frequency is 0 in both dimensions. The other coefficients are called AC coefficients, for which the frequency in one or both dimension is non-zero. S70 represents the highest frequency in the horizontal direction, and S07 is the highest frequency in the vertical dimension. S77 indicates the highest frequency appearing equally in both directions. Then in forward DCT formula we recognize that the cosine expression only depends upon x and u, y and v respectively, but not depend on s, y, x. Therefore the cosine expressions represents constants that don't have to be calculated over and over again. അതായത് നമ്മുടെ ഫോർവേഡ് DCT ഫോർമുലയിലെ ഈ കൊസൈൻ എക്സ്പ്രഷൻസ് ഇവിടെ യുവിൻ്റെയും വിൻ്റെയും വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ SYXനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇത്രയും വരുന്നത്. അപ്പോൾ എല്ലാ കാൽക്കുലേഷനിലും നമുക്ക് വരുന്ന 64 കാൽക്കുലേഷൻസിലും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിരിക്കും മീൻസ് ഡിഫറൻ്റ് ആയിരിക്കും യുവിൻ്റെയും വിൻ്റെയും വാല്യൂസിനനുസരിച്ച്. അതെങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയും കാൽക്കുലേഷൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. For reconstruction of image, the decoder uses the inverse DCT. The coefficient SVU must be used for the calculation. SVU യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് കാൽക്കുലേഷനാണ് നമുക്ക് ഡീകംപ്രഷൻ്റെ സമയത്ത് പെർഫോം ചെയ്യുന്നത്. If the FDCT and IDCT means forward DCT and inverse DCT are calculated with full precision, it would be possible to reproduce the 64 source pixels exactly. These DCTs would be lossless in this case. Forward DCTൻ്റെയും ഇൻവേഴ്സ് DCTയുടെയും കാൽക്കുലേഷൻസ് എല്ലാം ഫുൾ പ്രിസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോസ്ലെസ് കംപ്രഷൻ ആയിരിക്കും അവിടെ ലഭിക്കുക. ലോസ്ലെസ് കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ അവിടെ പോസിബിൾ ആവും. മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഓഫ് എ ടിപ്പിക്കൽ ഇമേജ് കൺസിസ്റ്റ് ഓഫ് ലാർജ് റീജിയൻസ് of a single color, which after applying DCT are represented by many coefficients with very low values. അതായത് സാധാരണയായി നമ്മൾ ഇമേജുകളിൽ കാണപ്പെടുന്നത് ലാർജ് റീജിയൻസിന് ഒരു സിംഗിൾ കളറ് എൻക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഒരു ഇമേജിലെ ഒരു റീജിയൻ നമ്മൾ ഇത്രയും ചെറിയ ബ്ലോക്സ് ആക്കിയിട്ടൊക്കെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ലാർജ് ഏരിയാസിൽ ഒരു സിംഗിൾ കളറായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ DCT ട്രാൻസ്ഫോർമേഷൻ
അതിനെ ഒരുപാട് കോഎഫിഷ്യൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അത് തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ ചേഞ്ചസ് ആയിരിക്കും. ഒരു ആവറേജ് കോംപ്ലക്സിറ്റി ഉള്ള ഒരു ഇമേജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരുപാട് കളർ ഡിഫറൻസസും ഒരുപാട് ഒബ്ജക്ട്സിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒന്നും അല്ലാത്ത ഒരു ആവറേജ് കോംപ്ലക്സിറ്റിയിലുള്ള ഒരു ഇമേജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള മിക്കവാറും AC കോഎഫിഷ്യൻസ് എല്ലാം തന്നെ ആൾമോസ്റ്റ് 0 വാല്യൂസ് ആയിരിക്കും. മീൻസ് ആ DC കോഎഫിഷ്യൻറ്റിൽ നിന്നുള്ള ഒരു ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവിടെ ചേഞ്ചസ് ഒന്നുമില്ല എങ്കിൽ അത് എന്തായിരിക്കും, 0 വാല്യൂസ് ആയിരിക്കും. Therefore, the entropy encoding is used to achieve considerable data reduction. അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും എൻട്രോപ്പി എൻക്രിപ്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് കൺസിഡറബിളി നമ്മൾ ഡാറ്റ റിഡക്ഷൻ പോസിബിൾ ആക്കാവുന്നതാണ്. ഇനി വരുന്നത് ക്വാണ്ടൈസേഷൻ ആണ്. ഇറ്റ് ഈസ് എ ലോസി ട്രാൻസ്ഫോർമേഷൻ. JPG ആപ്ലിക്കേഷനിലൊരു 64 എൻട്രീസിൻ്റെ ടേബിള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ 64 എൻട്രീസും നമ്മളുടെ 64 DC കോഎഫിഷ്യൻസിൻ്റെ ക്വാണ്ടൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹെൻസ് ഈച്ച് ഓഫ് ദ 64 കോഎഫിഷ്യൻ അഡ്ജസ്റ്റഡ് സെപ്പറേറ്റ്ലി. Each table entry is an 8-bit integer value called QVU. The quantization process becomes less accurate as the size of the table entries increases. Quantization and dequantization must use the same tables. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മളുടെ AC കോഎഫിഷ്യൻസിൽ വരുന്നത് എങ്കിൽ അത് നെഗ്ലിജിബിൾ ആയിട്ട് ഉള്ള വാല്യൂസ് ആണെങ്കിൽ അത് നമുക്ക് ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വലിയ ചേഞ്ചസ് ആണ് അവിടെ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് 8 ബിറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരാം. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ടാണ് ഈ 64 ടേബിൾ എൻട്രീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ AC കോഎഫിഷ്യൻറ്റിനെയും ഈ 64 വാല്യൂസിൽ ഓരോന്നിനെയും വെച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചേഞ്ച് അതിൽ വരുത്തി കഴിഞ്ഞാലും ഡീക്വാണ്ടൈസേഷൻ്റെ സമയത്ത് ആ സെയിം ചേഞ്ച് തന്നെ അതിൽ ഇൻവേഴ്സ്ലി അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. സെയിം ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാണ്ടൈസേഷനും ഡീക്വാണ്ടൈസേഷനും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ക്വാണ്ടൈസേഷൻ നമുക്ക് പിന്നീടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻട്രോപ്പി എൻകോഡിംഗ് ആണ്. അപ്പോൾ ഓരോ 64 വാല്യൂസിനെയും കോഎഫിഷ്യൻസിനെയും സെപ്പറേറ്റ് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള DC കോഎഫിഷ്യൻസിനെയും AC കോഎഫിഷ്യൻസിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് എൻട്രോപ്പി എൻകോഡിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. മീൻസ് DC കോഎഫിഷ്യൻസിന് ഒരു ടൈപ്പിലും AC കോഎഫിഷ്യൻസിനെ മറ്റൊരു ടൈപ്പിലുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. എൻട്രോപ്പി എൻകോഡിങ്ങിൽ ഓരോ കോഎഫിഷ്യൻസിനെയും പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഓർഡർ ഇതുപോലെ സിഗ്സാഗ് ഓർഡറിലാണ്, സിഗ്സാഗ് സീക്വൻസ് ഓർഡറിലാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ ഒരു സിഗ്സാഗ് ഓർഡറിൽ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ദ DC കോഎഫിഷ്യൻ ഡിറ്റർമൈൻസ് ദ ബേസിക് കളർ ഓഫ് ദ ഡാറ്റ യൂണിറ്റ്. ഇറ്റ് ഈസ് എൻകോഡഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് DC കോഎഫിഷ്യന്റ് ആൻഡ് ദ പ്രീവിയസ് വൺ. നമ്മളുടെ പിക്ചറിൽ ഇതുപോലുള്ള ഒരുപാട് ഗ്രൂപ്പ്സിന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതിൽ ഒരു DC കോഎഫിഷ്യൻറ്റും ബാക്കിയെല്ലാം AC കോഎഫിഷ്യൻസും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഇതുപോലുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിനൊരു DC കോഎഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, ബാക്കി AC കോഎഫിഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ DC കോഎഫിഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു DC കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ബ്ലോക്കിൽ DC കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂവിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ എൻകോഡിങ്ങിൽ ഒരു ഓഡിയോ സിഗ്നലിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. Then the processing order of the AC coefficients using the zigzag sequence, that is coefficients with lower frequencies, are encoded first, following by the higher frequencies. The result would be an extended sequence of similar data types permitting very efficient entropy encoding. പിന്നീട് ഈ ഫ്രീക്വൻസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമുക്ക് ഓരോ AC കോഎഫിഷ്യൻസിനെയും പിന്നീട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബേസിക് കളർ അത് തന്നെ അപ്പുറത്തുള്ള ഒരു ബ്ലോക്കിൻ്റെ അതിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു DC കോഎഫിഷ്യൻ്റ്. അപ്പോൾ അതിനൊരു
നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് AC കോഎഫിഷ്യൻസ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു DC കോഎഫിഷ്യൻറ്റിൽ നിന്നുള്ള ഒരു ചേഞ്ച് അതിവിടെ വരുത്തുന്നു. ഇനി ഇതാണ് നമ്മളുടെ ഈ ഒരു ബ്ലോക്കിൻ്റെ ബേസിക് കളർ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഈ ഒരു പിക്സലിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്തായാലും വരാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു റെഡും ഇവിടെ ഒരു ഗ്രീനുമായിട്ട് മാറാൻ പോകുന്നില്ല. അത് ഗ്രാജുവലി ഉള്ളൊരു ചേഞ്ചാണ് ആ കളറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള DC കോഎഫിഷ്യൻറ്റിൽ നിന്നും ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇവിടെ ആയിരിക്കും. അതിൽ നിന്നും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ള പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കൊക്കെയാണ്. ഇവിടെ ഒരു എന്നാലും അതിൽ അത്രയ്ക്ക് നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അതിൽ വരുന്നുമില്ല. ഇവിടെ നിന്ന് ഒരു ലൈറ്റ് കളറ് അത് ഒരു ഡാർക്ക്നെസ്സിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ചേഞ്ചസ് വരില്ല. മോസ്റ്റ് ഓഫ് ദ വാല്യൂസ് AC കോഎഫിഷ്യൻസ് 0 ആയിരിക്കും. കാരണം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പ്രീവിയസ് പിക്സൽ പൊസിഷനുമായിട്ട് വലിയൊരു ചേഞ്ച് അതിനില്ലെങ്കിൽ അതെല്ലാം തന്നെ 0 ആയിരിക്കും. അപ്പോൾ സീറോസ് ആണെങ്കിൽ അത് നമുക്ക് എൻട്രോപ്പി എൻകോഡിങ്ങിൽ ലോസ്ലെസ് ആയിട്ട് തന്നെ റൺ ലെങ്ത് എൻകോഡിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. JPEG specifies Huffman and arithmetic encoding as entropy encoding methods. In both methods, a run length encoding of 0 values of the quantized AC coefficient is applied first. Additionally, non-zero AC and DC coefficients are transformed into a spectral representation to compress the data even more. ഒരു ലോ ഫ്രീക്വൻസിയിൽ നിന്നും ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്പെക്ട്രൽ റെപ്രസെൻറ്റേഷൻ അതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാറ്റനെ നമുക്ക് നല്ലൊരു രീതിയിൽ കംപ്രസ് ചെയ്യാൻ സാധിക്കും. The non-zero AC coefficient will be represented using 1 to 10 bits. And for the DC coefficient, a higher resolution of 1 bit to a maximum of 11 bit is used. അപ്പോൾ non-zero AC കോഎഫിഷ്യൻസിന് റൺ ലെങ്ത് എൻകോഡിംഗ് യൂസ് ചെയ്തുകൊണ്ട് കംപ്രസ് ചെയ്തതിന് ശേഷം വരുന്ന വാല്യൂസിനെ നമ്മൾ 1 to 10 ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ആ കളറിൽ വരുന്നത് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 1 to 10 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. DC കോഎഫിഷ്യൻസിനാണെങ്കിൽ 1 to 11 ബിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ കോഎഫിഷ്യൻസിനെയും അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. In case of sequential encoding, the whole image is coded and decoded in a single run. Sequential encodingൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ആയി വരുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും. അതായത് നമുക്കറിയാം എല്ലാ കോമ്പോണൻസിൻ്റെയും കൂടെ വാല്യൂസുള്ള MCUസിന് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിൻ്റെ 8x8 ബ്ലോക്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഡ്രോ ചെയ്ത് വരുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും. നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നും ഈ ഒരു ഓർഡറിൽ ഡ്രോ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസസിൽ നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല? എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ മാത്രം കാണാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം നമ്മളുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ആണ്. നമുക്ക് അറിയാലോ ആ ഒരു 1/16 ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി JPEGയുടെ നെക്സ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഡഡ് ലോസി DCT ബേസ്ഡ് മോഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. In this method, JPEG specifies progressive encoding in addition to the sequential coding in the first run. A very rough representation of the image appears, which look out of focus and is refined during successive steps. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ സീക്വൻഷ്യൽ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ കൂടെ തന്നെ അഡീഷണലി പ്രോഗ്രസീവ് എൻകോഡിങ്ങും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് റഫായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇമേജിൻ്റെ ഒരു റഫ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് അതിങ്ങനെ ക്ലാരിറ്റി കൂടി വരുന്ന ഒരു രീതിയിൽ സീക്വൻഷ്യൽ എൻകോഡിങ് ഡീകോഡിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി കൂടി വരുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പം മൊത്തമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ളൊരു പിക്ചർ നമ്മൾ ആദ്യം കാണും. അത് പിന്നീട് ഇങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ക്ലിയർ കൂടി വരുന്ന ഒരു രീതിയിലായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ പ്രോഗ്രസീവ്നെസ് അച്ചീവ് ചെയ്യുന്നത് ക്വാണ്ടൈസേഷൻ്റെ ഓപ്പറേഷൻ ഒന്ന് എക്സ്പാൻഷൻ നടത്തിയിട്ടാണ്. മീൻസ് പ്രോഗ്രസീവ്നെസ് നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് പറയുന്നത് സ്പെക്ട്രൽ സെലക്ഷൻ ആണ്. On the first run, only quantized DCT coefficients of low frequency of each data unit are passed to the entropy coding.
ഫസ്റ്റ് വൺ പറയുന്നത് സ്പെക്ട്രൽ സെലക്ഷൻ ആണ്. ഓൺ ദ ഫസ്റ്റ് റൺ ഓൺലി കോണ്ടൈസ്ഡ് DCT കോഎഫിഷ്യൻസ് ഓഫ് ലോ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ഡാറ്റ യൂണിറ്റ് ആർ പാസ്ഡ് ടു ദ എൻട്രോപ്പി കോഡിംഗ്. നമുക്കറിയാം ഫ്രീക്വൻസി കുറവിൽ നിന്നും കൂടുതലുള്ളതിലേക്കുള്ള ഒരു ഓർഡറിലാണ് നമ്മളുടെ കോഎഫിഷ്യൻസ് കിടക്കുന്നത്. എന്നാൽ എല്ലാ കോഎഫിഷ്യൻസിനും എല്ലാ AC കോഎഫിഷ്യൻസിലും ഒരു ലോ ഫ്രീക്വൻസി ഫസ്റ്റ് ഡ്രോ ചെയ്തു പോകുന്നു. അതിനുശേഷം അതിൻ്റെ ഹൈ ഫ്രീക്വൻസി ഉള്ളതിൽ മാത്രം അത് ഡ്രോ ചെയ്യുന്നു. ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് റഫ് ആയിട്ടുള്ള ഒരു ഇമേജിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫസ്റ്റ് കിട്ടും, ഒരു കളർ ഫസ്റ്റ് കിട്ടും. ഈ കളേഴ്സ് അവിടെയും ഇവിടെയും സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇമേജ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇമേജ് ക്ലിയർ കൂടിക്കൂടി വരുന്ന ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടും. ഫൈനൈറ്റ് ആയിട്ട് പിന്നെ ഫ്രീക്വൻസി കൂടുന്നത് ലാസ്റ്റിലേക്കാണ് ഡ്രോ ചെയ്യുന്നത്. എന്നാൽ ഫ്രീക്വൻസി കുറവുള്ളത് എല്ലാ AC കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസിലും പ്ലേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു ഫ്രീക്വൻസി ചേഞ്ചസ് ആണ്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ട്രാൻസ്ഫേഴ്സ് all quantized coefficients in each run, but single bit are differentiated according to their significance. ഇവിടെ നമ്മളുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആർ എൻകോഡഡ് ഫസ്റ്റ്, ദെൻ ലെസ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓരോ AC കോഎഫിഷ്യൻസിൻ്റെയും വാല്യൂ ഡ്രോ ചെയ്യുമ്പോൾ അതിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് ആദ്യം ഡ്രോ ചെയ്യുന്നത്. നമ്മുടെ ഫ്രീക്വൻസി കൂടിയ അതേ ഒരു എഫക്റ്റ് തന്നെയാണ് വരുന്നത്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് റെപ്രസെൻ്റ് ചെയ്യുന്ന കളറിനെ ആദ്യം ഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യം കളർ ചെയ്യുന്നു, അതിൻ്റെ ഒരു എഫക്റ്റ് ആദ്യം വരുത്തുന്നു. പിന്നീട് അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലേക്ക്, ആ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കളറിലേക്ക് പിന്നീടാണ് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും പ്രോഗ്രഷൻ പോസിബിൾ ആക്കാവുന്നതാണ്. നെക്സ്റ്റ് വേരിയന്റ് ആണ് ഹൈറാർക്കിക്കൽ മോഡ്. ഇറ്റ് യൂസസ് ലോസി ഓർ ലോസ്ലെസ് DCT based compression technique. The main feature of this mode is the encoding of image at different resolutions. ഹൈറാർക്കിക്കൽ മോഡിൽ നമുക്ക് ഡിഫറെൻറ്റ് റെസൊല്യൂഷൻസിൽ ഒരു ഇമേജിനെ തന്നെ എൻകോഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ദ പ്രിപ്പയർഡ് ഇമേജ് ഈസ് ഇനീഷ്യലി സാമ്പിൾഡ് അറ്റ് എ ലോവർ റെസൊല്യൂഷൻ റെഡ്യൂസ്ഡ് ബൈ ദ ഫാക്ടർ 2⁻n, ദാറ്റ് ഈസ് ഇഫ് ദ റെസൊല്യൂഷൻ ഈസ് 1024/1024, it is sampled with resolution 1024 divided by 2⁻n by 1024 divided by 2⁻n. n is a parameter which can be passed by the user. And subsequently the resolution is reduced by the factor 2⁻n-1 vertically and horizontally, like displayed here. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് 1024/1024 റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജ് ആണെങ്കിൽ അതിന് ആദ്യം ഒരു 2⁻n നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2⁻n എന്നുള്ള, അപ്പോൾ റിസൊല്യൂഷൻ ഏറ്റവും കുറവായി, ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ ഏറ്റവും റിസൊല്യൂഷൻ കുറഞ്ഞ ഒരു റെപ്രസെൻറ്റേഷൻ ഫസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നും കൂടെ കൂടിയ ഒരു റെപ്രസെൻറ്റേഷൻ, ഇവിടെ 2⁻n-1 യൂസ് ചെയ്തുകൊണ്ട് ഒരു കുറച്ചും കൂടെ ഹൈ റിസൊല്യൂഷനിലുള്ള ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നു. This compressed image is subtracted from the previous result. അപ്പോൾ ആദ്യം പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കംപ്രസ്ഡ് ഇമേജിൻ്റെ വാല്യൂവിൽ നിന്നും ഈ ഒരു ഇമേജിൻ്റെ ഓരോ നമ്മളുടെ ഈ ACDC കോഎഫിഷ്യന്റ് ബേസിൽ തന്നെ ഒരു സബ്സ്ട്രാക്ഷൻ നടത്തുന്നു. ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അൺടിൽ ദ ഫുൾ റെസൊല്യൂഷൻ ഓഫ് ദ ഇമേജ് ഈസ് കംപ്രസ്ഡ്. അങ്ങനെ റെസൊല്യൂഷൻ കൂടി വരുന്ന അതിൻ്റെ ആ ഓരോ റെസൊല്യൂഷനിലുള്ള ഇമേജസിൻ്റെയും ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ട ഈ 1024ൻ്റെ ആ ഒരു ആക്ച്വൽ റെസൊല്യൂഷനിലേക്ക് എത്തുന്നത് വരെ, മീൻസ് ഇവിടെ 2⁻0 എത്തുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ കംപ്രസ്ഡ് ഇമേജിൻ്റെ ഡാറ്റയിൽ തന്നെ നമുക്ക് ഏത് റെസൊല്യൂഷനിലുള്ള വാല്യൂസും ഏത് റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജ് നമുക്ക് ഡീകംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൈറാർക്കിക്കൽ എൻകോഡിംഗ് റിക്വയർസ് കൺസിഡറബിളി മോർ സ്റ്റോറേജ് കപ്പാസിറ്റി, ബട്ട് ദ കംപ്രസ്ഡ് ഇമേജ് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അറ്റ് ഡിഫറെൻറ്റ് റെസൊല്യൂഷൻസ്. നെക്സ്റ്റ് വരുന്നത് ലോസ്ലെസ് മോഡാണ്. The decoder renders an exact reproduction of the original image. The mode uses data units of single pixels for image preparation. Any precision between 2 and 16 bit per pixel can be used. ഇപ്പോൾ ലോസ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ ഓരോ പിക്സൽസിനും ഡാറ്റ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും ഇമേജ് പ്രിപ്പറേഷനിൽ തന്നെ. അവിടെ MCUs എന്നുള്ള രീതിയിലൊന്നും വരുന്നില്ല. അപ്പോൾ 2 to 16 ബിറ്റ്സിൻ്റെ പ്രസിഷനും
അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റാനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു സീക്വൻസ് ഓഫ് പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺകംപ്രസ്ഡ് ഇമേജ് ഇൻപുട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ എൻകോഡിംഗ് പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബോക്സ്. അതിൽ പ്രഡിക്റ്റർ ആൻഡ് എൻട്രോപ്പി എൻകോഡറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ലോസ്ലെസ് ആയിട്ടുള്ള എൻകോഡിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ എൻകോഡിംഗ് വി ആർ ഗെറ്റിംഗ് കംപ്രസ്ഡ് ഇമേജ് ഡാറ്റ. Image processing and quantization uses a predictive technique instead of transformation encoding technique. ഇപ്പോൾ ലോസി മെത്തേഡ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷന് പകരം പ്രഡിക്റ്റീവ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൺസിഡർ ഇഫ് വി ഹാവ് ആൻ ഇമേജ് വിത്ത് പിക്സൽസ് ആസ് ഫോളോസ്. ഇതുപോലുള്ള ഒരു ഇമേജ്, ഇവിടെ ഓരോന്നിലും ഓരോ പിക്സൽസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് വാല്യൂസ് തന്നെ ഡാറ്റ യൂണിറ്റ്സ് തന്നെ ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പിക്സൽ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു പ്രഡിക്ഷൻ ടേബിളും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രഡിക്ഷൻ ടേബിളിൽ നമുക്ക് 8 വാല്യൂസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ABC എന്നുള്ള ഈ പിക്സൽ വാല്യൂസിൽ നിന്ന് നമുക്ക് എക്സിനെ പ്രഡിക്റ്റ് ചെയ്യാൻ അതിന് പറ്റുന്ന സെലക്ടേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു പ്രഡിക്ഷൻ ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസ് ഇവിടെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പിക്സൽ വാല്യൂവിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു സെലക്ടർ മാത്രമാണ് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത്. കംപ്രസ്ഡ് ഡാറ്റ സ്ട്രീമിൽ എൻക്ലോസ് ചെയ്യേണ്ടത് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഈ ഒരു പിക്സലിനെ പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ടേബിളിലുള്ള ഒരു ഇൻഡെക്സ് മാത്രമാണ് അവിടെ സപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു ABC വാല്യൂസ് ഇതുപോലെ തന്നിട്ടുണ്ട്. ഈ ഒരു നെക്സ്റ്റ് പിക്സലിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സെലക്ടർ എന്ന് പറയുന്നത് ഒരു 2 ആണെങ്കിൽ അവിടെ x=b എന്നാണ്. x=b എന്ന് പറയുമ്പോൾ നമുക്ക് ബിന്റെ സെയിം വാല്യൂ ആണ് നമുക്ക് എക്സിലും വരുന്നത്. അതുപോലുള്ള ഡിഫറെൻറ്റ് സെലക്ടേഴ്സും അതിൻ്റെ കാൽക്കുലേഷൻസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ A+B+C എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും ഇവിടെ നമുക്ക് സെലക്ടറായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്. The number of chosen predictor as well as the difference of the prediction to the actual value is passed to the subsequent entropy encoding. Entropy encoding can use Hoffman arithmetic encoding techniques. അപ്പോൾ ഇതുപോലെ നമ്പർ ഓഫ് ചൂസൺ പ്രഡിക്റ്റർ, അതുപോലെ തന്നെ പ്രഡിക്ഷൻ്റെ ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂവും ഇതുമായിട്ടുള്ള ഒരു ഡിഫറൻസ്, ഈ 2 വാല്യൂസാണ് എൻട്രോപ്പി എൻകോഡിങ്ങിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ എൻട്രോപ്പി എൻകോഡിങ്ങിന് വേണ്ടി ഹോഫ്മാൻ ഓർ അരിത്തമെറ്റിക് എൻകോഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് JPEGനെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ 4 വേരിയൻസും എല്ലാം നമ്മൾ ഈ 2 ക്ലാസ്സസിലായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.